ഇന്ന് കസിൻസ് എല്ലാവരും വരുന്ന പ്രമാണിച്ച് നമ്മളിന്ന് നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള കമ്പോലയിൽ നിന്ന് 2 പിലോപ്പികളെയാണ് കേട്ടോ മേടിച്ചത്. 1 കിലോ കൂടുതലുണ്ട് ഒരെണ്ണം. അപ്പോൾ നമ്മൾ അതെല്ലാം ക്ലീൻ ചെയ്തതിന് ശേഷം ഇത് വരഞ്ഞു കൊടുക്കുവാണേ. നമ്മളിന്ന് വെറൈറ്റി ഒരു മസാലയാണ് കേട്ടോ. പച്ച കളറിലിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഗ്രീൻ പെപ്പറിൻ്റെ മസാലയാണ് നമ്മൾ യൂസ് ചെയ്യണത്. ഇനി മീൻ എന്താ ചെയ്യാൻ പോണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോർമലി ചെയ്യണ പോലെ വറുക്കലും പൊരിക്കലൊക്കെ ആയിട്ടുണ്ടെങ്കിൽ എന്താ രസം എന്ന് ഓർത്തിട്ട് നമ്മളിന്ന് ഗ്രില്ല് ചെയ്തെടുക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ മസാലയെല്ലാം നല്ലോണം തേച്ച് പിടിപ്പിച്ചിട്ട് ഇതൊരു അരമണിക്കൂർ വെക്കണമല്ലോ. മാരിനേറ്റ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ട് അതെല്ലാം സെറ്റ് ചെയ്ത് വെക്കണം കേട്ടോ. അത്യാവശ്യം നല്ല സ്മെല്ലുണ്ടായിരുന്നു കേട്ടോ അടുക്കള നിറച്ച് ഈ മസാലയ്ക്ക്. ആ ഒരു പാക്കറ്റിൽ മസാല കറക്റ്റായിരുന്നു കേട്ടോ 2 മീനുകൾക്കും. രണ്ടിനും കറക്റ്റായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാനും പറ്റിയിട്ടുണ്ടായിരുന്നേ. ഈ ഒരു മസാലയിലേക്ക് നമുക്ക് സ്പെഷ്യലായിട്ട് ഉപ്പോ തൈരോ ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. എല്ലാം അതിൽ തന്നെ ഉണ്ട്. നമ്മൾ ജസ്റ്റ് ഒന്ന് മീനിലേക്ക് പുരട്ടി കൊടുത്താൽ മാത്രം മതി. അങ്ങനെ നമ്മൾ 2 മീനിലും മസാലയൊക്കെ പുരട്ടി നല്ലോണം സെറ്റ് ചെയ്ത് വെച്ചിട്ടോ. അത് കഴിഞ്ഞ് അരമണിക്കൂർ മാരിനേറ്റ് ചെയ്ത് മാറ്റി വെച്ചേക്കുവാണേ. പിന്നെ നമ്മൾ തീ പിടിപ്പിക്കാനുള്ള പരിപാടിയിലായിരുന്നു കേട്ടോ. നല്ലോണം കനലൊക്കെ ഇട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന് ശേഷം നമ്മൾ മീൻ എടുത്തിട്ട് ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാൻ പോവാണേ. അപ്പോൾ ഗ്രില്ലിൻ്റെ സാധനത്തിലേക്ക് വെച്ചിട്ട് നമ്മളിത് ക്ലോസ് ചെയ്ത് അതിലേക്ക് വെക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയിലാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ കനലൊക്കെ സെറ്റ് ചെയ്ത് അതിലേക്ക് വെക്കുവാണേ. വെച്ച് കഴിഞ്ഞിട്ട് മീൻ വലിയ വേവില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ സെറ്റായി കിട്ടി കേട്ടോ. പിന്നെ നമ്മളിങ്ങനെ ഇരുന്ന് പുറത്തിച്ചിട്ട് ബട്ടറും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലതായിരിക്കുമല്ലോ എന്ന് ഓർത്തിട്ട് അൺസോൾട്ടഡ് ബട്ടർ ഇട്ട് കൊടുക്കുവാണേ. ചിക്കൻ വേവിക്കണ പോലെ കുറേ നേരം അതിലിട്ട് പണിയേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമ്മുടെ മീൻ റെഡിയാക്കി കിട്ടി കേട്ടോ. പെട്ടെന്ന് നമ്മുടെ മീൻ വേഗം ചെയ്തു. സാധനം കൊണ്ടുവന്ന് വെച്ചപ്പോൾ തന്നെ 10 കൈകൾ അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നും വരാൻ തുടങ്ങി കേട്ടോ. നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ. ഇത് 2ാമത്തെ മീനാണ്. ആദ്യത്തെ മീൻ കൊണ്ടുവന്ന് വെച്ചത് മാത്രമേ ഓർമ്മയുള്ളൂ. അത് കാലിയായതൊക്കെ നമ്മൾ അറിഞ്ഞു പോലും ഇല്ല കേട്ടോ. അത്ര നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ നമ്മൾ ചുട്ട് തിന്നുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റ് ആണല്ലോ. സാധാരണ നമ്മൾ എല്ലാ ദിവസവും വറുത്തല്ലേ മീൻ കഴിക്കാറ്. അങ്ങനെ 2 മീൻ തീർന്ന വഴി നമ്മൾ അറിഞ്ഞില്ല കേട്ടോ. അത് തീർന്നതേ മുള്ളു വരെ കടിച്ച് കഴിക്കുകയാണേ. അത്ര ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.